എസ്ര നെഹെമിയ. ഇസ്രായേലിൻ്റെ വിപ്രവാസത്തിന് ശേഷമുള്ള 200 വർഷത്തെ ചരിത്രം. ബാബിലോണിൽ നിന്ന് സൈറസിൻ്റെ നേതൃത്വത്തിൽ പുതിയ വിളംബരം വരുന്നു. ഇസ്രായേൽക്കാർക്ക് സ്വാതന്ത്ര്യം നൽകുന്നു. അവർ തിരിച്ച് ജെറുസലേമിലേക്ക് വരുന്നു. ജെറുസലേം ദേവാലയവും അതിൻ്റെ അൾത്താരയും പുരോഹിത ശുശ്രൂഷകളും ആരാധനാക്രമങ്ങളും നവീകരിക്കുന്നു. ഇവിടെ പേർഷ്യക്കാരനായിട്ടുള്ള സൈറസിനെയാണ് കർത്താവ് തിരഞ്ഞെടുക്കുന്നത്. വിജാതീയനായിട്ടുള്ള ഒരു രാജാവ് സ്വാതന്ത്ര്യത്തിൻ്റെ വക്താവാകുന്നു എന്ന് പറയുമ്പോൾ ദൈവം ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം ദൈവത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ. മാത്രവുമല്ല, ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നത് യഹോവയായ ദൈവമാണെന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് അവിടെ നടക്കുക. എസ്ര തിരിച്ചു വന്ന് ജനത്തിന് മോശയുടെ കൽപ്പന തൊറ വീണ്ടും പഠിപ്പിക്കുന്നു. അതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുവാനായിട്ട് അവരെ ശീലിപ്പിക്കുന്നു. പിന്നീട് നെഹെമിയ കടന്നു വരുന്നു. നെഹെമിയ ജെറുസലേമിൻ്റെ തകർന്നു കിടന്ന മതിലുകളെ പുനരുദ്ധരിക്കുന്നു. അതോടെ ഇസ്രായേലിന് സുരക്ഷിതത്വം നേടിക്കൊടുക്കുന്നു. അവിടെ നിന്ന് സാമൂഹിക പുനരുദ്ധാരണമാണ് നെഹെമിയ തുടങ്ങുക. അവരുടെ ജീവിതം നീതിയുക്തമാകാൻ, പാവങ്ങളോടുള്ള കരുതലുള്ളവരാകുവാൻ, ദൈവത്തിൻ്റെ വിശ്വസ്തമായിട്ടൊരു ജനമായിട്ട് അവരെ വാർത്തെടുക്കുവാൻ, സാമൂഹികവും ആത്മീയവുമായിട്ടുള്ള പുനരുദ്ധാരണമാണ് എസ്ര നെഹെമിയായുടെ ചരിത്രം. അവർ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നു. ജനങ്ങൾ അനുദപിച്ച് ദൈവത്തിൻ്റെ നിയമങ്ങൾ ഞങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് അംഗീകരിക്കുന്നു. അവിടെ നിന്ന് പുതിയ ജീവിതം തുടങ്ങുന്നു. ഈ നോമ്പുകാലത്ത് നമുക്കും ഓർക്കാം, ദൈവത്തോടൊപ്പം നടക്കാൻ, അനുദപിച്ചുകൊണ്ട് അവിടുത്തെ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് പുതിയ ജീവിത പന്ഥാവിലേക്ക് നടന്ന് കയറുന്നവരാകാൻ നമുക്ക് സാധിക്കുമോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.